ഞാൻ പറയാൻ പോണതേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് കേട്ടോ. ഒരു പബ്ലിക് പ്ലേസിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകണു, 4 പേര് കൂടുന്നിടത്ത് പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ഡ്രസ്സായിരിക്കും. ശരിയല്ലേ? അധികം വിലയൊന്നും വേണ്ട, അധികം വലിയ വില പിടിച്ചതൊന്നും നമ്മൾ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടുക, അത് പ്രത്യേക ഒരു ഭംഗിയായിരിക്കില്ലേ. പിന്നെ രണ്ടാമത്തത് പറയുകയാണെങ്കിൽ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീര ഘടന. അതായത് നമ്മൾ പറയുക, ആൺകുട്ടികളാണെങ്കിൽ താടി മുടിയൊക്കെ വളർത്തി, ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട്, എന്നിട്ട് പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും. ചിലവർ പറയും ഇത് എന്തൊരു വേഷം ആടാന്ന് ചോദിക്കും അല്ലേ. പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മുടെ നടപ്പ് കുറച്ചൊക്കെ നമ്മളുടെ താളം ചവിട്ടിയുള്ള നടപ്പ്, ഇങ്ങനെ പല തരത്തിലുള്ള നടപ്പുണ്ട്. ആ നടപ്പൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് ചില സമയത്ത് ചോദിക്കും, ഇത് എന്താണ്, നിനക്ക് എന്താ പറ്റി, ഇങ്ങനെയൊക്കെ നടക്കണം എന്താണെന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ അതും ഒരു നമ്മുടെ രൂപത്തിൽ ഉൾപ്പെടും. പിന്നെ നമ്മളുടെ ലേഡീസൊക്കെ ആണെങ്കിൽ ഓവർ മേക്കപ്പ് ചെയ്യുക, ഒരുപാട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആവശ്യമില്ലാത്ത എന്താ പറയുക, മുടി എങ്ങനെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് കെട്ടിയിടുക, അങ്ങനെ കുറേ നമുക്കൊരു അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള മേക്കപ്പ്, അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തോന്നില്ല, പക്ഷെ ശ്രദ്ധിക്കപ്പെടും. പിന്നെ മൂന്നാമത് വാക്കുകളാണ്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മളുടെ സംസാരം, അത് നമ്മുടെ നിലവാരം കൂട്ടുമെന്നാണ് പറയുന്നത്. നല്ല സംസാരമാണെങ്കിൽ മാത്രം കേട്ടോ. ചിലവരെ ശ്രദ്ധിച്ചിട്ടില്ലേ, എവിടെ എങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, പിന്നെ എടാ പോടാ എന്നുള്ള വിളികൾ ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലേ. അങ്ങനെയുള്ള സംസാരങ്ങൾ, ഇതൊക്കെ ഒരു വാക്കിൽ എന്നുള്ള രീതിയിൽ പെടും അല്ലേ. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ സംസാരത്തിലും ഉണ്ടായിരിക്കണമെന്ന് അർത്ഥം. പിന്നെയുള്ളത് നമ്മുടെ വിദ്യാഭ്യാസം അല്ലേ. ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു വിദ്യാഭ്യാസം ഉള്ള ആളെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു ബഹുമാനമായിരിക്കും. എവിടെ നോക്കിക്കോ, നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, ഡ്രസ്സിങ്, പിന്നെ നമ്മുടെ രൂപം, പിന്നെ നമ്മുടെ വാക്കുകൾ, പിന്നെ വിദ്യാഭ്യാസം, ഈ 4 കൂടി ചേരുമ്പോഴാണ് ആ ഒരു വ്യക്തി എല്ലാവരുടെയും നല്ലൊരു ബഹുമാനം കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുള്ളൂ അല്ലേ. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ.